പാഠം 396 ദൈവത്തിന്റെ ചില ഇടപെടലുകൾ. ഈശ്വരന്മാരെ, 2 ദിവസം ഉറക്കുറച്ച് ഞാൻ ഉണ്ടാക്കിയ റിപ്പോർട്ടാണ്. അത് വായിക്കുന്ന പാടെ കളക്ടർക്ക് ഇഷ്ടാവണേ. ലോകത്തൊരു വില്ലേജ് ഓഫീസറും ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. സത്യം പറഞ്ഞ മുടങ്ങിപ്പോയ പ്രൊമോഷനൊന്നും പെട്ടെന്ന് ശരിയാകാനാ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. ഇത്തവണ നിങ്ങൾക്ക് എന്നെ സഹായിച്ചേ പറ്റൂ. കാര്യമായിട്ടുള്ള പ്രാർത്ഥനയാണല്ലോ. എന്ത് പറ്റി സാറിന്? നിങ്ങളെ മാത്രം വിശ്വസിച്ചാണ് ഞാൻ ആ റിപ്പോർട്ട് കളക്ടറേറ്റിലേക്ക് കൊടുത്തുവിടുന്നത്. ഇത്തവണ എന്നെ കൈവിടരുത്. 2 ദിവസമായി ഉറങ്ങിട്ട് ഇപ്പൊ പ്രാർത്ഥന. അപ്പൊ സംഗതി കളക്ടർ കൊടുക്കാനുള്ള റിപ്പോർട്ട് തന്നെ. ആ, എന്തായിരുന്നു അന്തമിട്ട് പ്രാർത്ഥിക്കാൻ മാത്രമുള്ള പ്രശ്നം? 2 ദിവസമായിട്ട് ഉറക്കം പോലും കളഞ്ഞ വായന എഴുത്തുമായിരുന്നു. ഇന്നാണ് ഈ അന്തമിട്ട പ്രാർത്ഥനയും. കാര്യമായിട്ട് ഉണ്ടല്ലോ സാറേ. മോഹനകൃഷ്ണനെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്തത്. റിപ്പോർട്ട് വ്യാഴാഴ്ച വേണമെന്ന് പറഞ്ഞപ്പോ കളക്ടർ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല ഞാൻ ആ ജോലി ഇന്ന് തന്നെ തീർക്കുമെന്ന്. ശരിക്കു പറഞ്ഞ 2 ആഴ്ച കൊണ്ട് ചെയ്തു തീർക്കേണ്ട ജോലിയാണ് 2 ദിവസം കൊണ്ട് കെ മോഹനകൃഷ്ണൻ ചെയ്തു തീർത്തത്. സത്യത്തിൽ എന്റെ മോഹനേട്ടനെ സമ്മതിക്കണം. ഇത്രയും ആത്മാർത്ഥമായി ഉറക്കം പോലും കളഞ്ഞ് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ വേറെ ഉണ്ടായിരുന്നെങ്കിൽ റവന്യൂ വകുപ്പിൽ ഇപ്പൊ ഉണ്ടായിരുന്ന പകുതി ജീവനക്കാർ മതിയായിരുന്നു. പക്ഷേ ഇത് ഞാൻ ഒറ്റയ്ക്ക് തീർത്തതല്ല. മെനിഞ്ഞാന്ന് രാത്രിയിലും ഇന്നലെ ആഫീസിലൊക്കെ ഇരുന്ന് എഴുതിയപ്പോ എനിക്ക് മനസ്സിലായി ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും ഈ ജോലി തീരില്ലായെന്ന്. വ്യാഴാഴ്ച കൊടുക്കാമെന്നേറ്റ റിപ്പോർട്ട് വെള്ളിയാഴ്ച ആകുമ്പോ പോകുന്നത് എന്റെ മാനമല്ലേ. അതുകൊണ്ട് ഇന്നലെ കാഞ്ചനയും സ്വയംപ്രഭയും വീട്ടിലേക്ക് പോകുമ്പോ കുറച്ച് ജോലി അവരെ ഏൽപ്പിച്ചു. അപ്പോ ഇത് സാറിന്റെ ഒറ്റയാളി യജ്ഞമല്ല. അല്ല, കാഞ്ചനയും സ്വയംപ്രഭയും കൂടി സഹായിച്ചു. സത്യത്തിൽ സഹായിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് സഹായിച്ചതല്ല. ഞാൻ കാര്യം പറഞ്ഞപ്പോ 2 പേരുടെ മുഖം എന്താ ഇങ്ങനെ. പക്ഷെ ഞാൻ വിടുവോ? 2 പേരും അത്രയും ജോലി ചെയ്തില്ല എങ്കിൽ എനിക്കും ഭാവിയിൽ അവസരം കിട്ടും. അപ്പോ 2 പേരും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോ പേടിച്ചു. പേടിക്കാതെ പറ്റുമോ? ഞാൻ വില്ലേജ് ഓഫീസറല്ലേ. മോഹനേട്ടാ, രാവിലെ മുതൽ വൈകിട്ട് വരെ ആഫീസിലെ ജോലി പോരാഞ്ഞ് അവര് വീട്ടിലും പോയിരുന്ന് ജോലി ചെയ്യേണ്ടി വന്നു. അവരായതുകൊണ്ട് സമ്മതിച്ചു. ഞാൻ വല്ലതായിരുന്നെങ്കിൽ പോയി പണി നോക്കാൻ പറഞ്ഞേനെ. സ്ത്രീകൾ വീട്ടിൽ കഷ്ടപ്പെടുന്നതിനെ പറ്റി അറിയാത്തത് കൊണ്ട് വില്ലേജ് ഓഫീസർക്ക് എന്തോ കൽപ്പിക്കാലോ. നീ ഇപ്പൊ പറഞ്ഞത് അഹങ്കാരം. പക്ഷേ നിനക്ക് എന്നോട് ബഹുമാനമില്ലാത്തതുകൊണ്ട് മറ്റുള്ളവർക്കും അതില്ലാന്ന് കരുതരുത്. ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നവരാണ് കാഞ്ചനയും സ്വയംപ്രഭയും. അത് ബഹുമാനം കൊണ്ടൊന്നും അല്ല, പേടി കൊണ്ടാണ്. അങ്ങനെ നിന്നെ പോലുള്ള അഹങ്കാരികളെ സർക്കാർ സർവീസിൽ എടുക്കാത്ത അതുകൊണ്ടാ. സ്വന്തം ഭർത്താവിനോട് ബഹുമാനം കാണിക്കാത്തവർ എങ്ങനെ മേലധികാരിയെ ബഹുമാനിക്കും? ഭാമേ, ഭാമേ, വരുന്നു മോനട്ടാ. എന്താണ്? ഞാൻ ഇറങ്ങാം. ഉത്തമം വരുമ്പോ 25 ഈ 2500 രൂപ ഉത്തമന്റെ കയ്യിൽ കൊടുക്കണം. എന്താണ് ഉത്തമനോടൊരു കാശിന്റെ ഏർപ്പാട്? അങ്ങനെ പല ഇടപാടുകളും കാണും. ഒരു കാര്യം പറഞ്ഞാൽ തിരിച്ച് ചോദ്യം ചോദിക്കാതെ അനുസരിക്കാൻ പഠിക്കണം. ഹലോ, അങ്ങനെ തിരിച്ചൊന്നും ചോദിക്കാതെ അനുസരിക്കാൻ ഇത് പ്രൈമറി സ്കൂളോ പട്ടാളയ്ക്കാൻ പോകുന്നതല്ല. എന്തിനാണ് ഈ പണമെന്ന് പറയാമെങ്കിൽ മാത്രം ഉത്തമതയെ കൊടുക്കാം. അങ്ങനെ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. അല്ല, തീർന്നല്ലോ. ചൂടാവല്ലേ? ഒരു കൗതുകം കൊണ്ട് ചോദിച്ചതല്ലേ, എന്താ പ്രശ്നം? പറയാൻ മനസ്സില്ല. അപ്പൊ പറയാൻ കൊള്ളാത്ത എന്തോ കാര്യത്തിനാണ്. ശരി, പറയണ്ട, ഞാൻ ഉത്തമനോട് ചോദിച്ചോളാം. ഉത്തമം പറയുമല്ലോ. പറയാൻ മടിയുണ്ടായിട്ടൊന്നുമല്ല, പിന്നെന്താ? പക്ഷെ പറഞ്ഞ ചിലപ്പോ കളിയാകും. അപ്പൊ എന്തോ
തരികട പരിപാടിയാ. പറ എന്താ സംഭവം? പറ. ഈ വീട്ടിൽ താമസം തുടങ്ങിയതിനു ശേഷം ഞാൻ തയ്യാറാക്കിയ ആദ്യത്തെ റിപ്പോർട്ടാണല്ലോ. ഈ റിപ്പോർട്ട് കളക്ടർക്ക് ബോധ്യപ്പെട്ട കിട്ടാതെ പ്രൊമോഷൻ പെട്ടെന്നെങ്കിൽ പോരും. അതുകൊണ്ട് ഈ പൈസ കളക്ടർക്ക് കൈകൾ കൊടുക്കാൻ പോവാ? അല്ല, രാമപ്പണിക്ക് ഒരു വിശേഷ പൂജയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ പൂജയോടെ ചെയ്താലേ ദോഷങ്ങൾ മാറും. ഇത് ആ പൂജക്കുള്ള കാശായത്. എന്റെ ഈശ്വര, അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത മോഹനേട്ടൻ ഒരു പൂജയ്ക്കായി 2500 രൂപ ചെലവാക്കുന്നു. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദോഷങ്ങൾ മാറണമെങ്കിൽ കാശ് ചെലവാക്കിയേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ ഈ ഒരൊറ്റ പൂജയുള്ളൂ. ഇനി ഇതിനകത്ത് ഒരൊറ്റ ചെലവും വല്ലെന്നാ പറഞ്ഞേക്കുന്നത്. മോഹനേട്ടൻ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏതോ സോറി, ഗോപി പണിക്കരല്ല, ആ രാമപണിക്കര്. അദ്ദേഹം എന്താ ദോഷം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട് മാറിയേ. ഞാൻ അത് ക്ഷമിച്ചു. ഇപ്പൊ ബാക്കിയുള്ള ദോഷം മാറാൻ 2500 രൂപ. അതും ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും കാശ് ചെലവാക്കാത്ത മോഹനേട്ടൻ. എന്താണ് മോഹനേട്ടന്റെ ഉദ്ദേശം? അതിപ്പോ പ്രൊമോഷൻ കിട്ടി കഴിയുമ്പോ ശമ്പളം കൂടുതൽ കിട്ടുമല്ലോ. അതുകൊണ്ട് 2 മാസം കൊണ്ട് ഈ 2500 രൂപ തിരിച്ചു കിട്ടും. പക്ഷെ ഇത് മുടക്കില്ലെങ്കിൽ എന്റെ പ്രൊമോഷന്റെ കാര്യം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ചുരുക്കി പറഞ്ഞ ദൈവത്തിന് കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും കൈക്കൂലി വാങ്ങാത്ത മോഹനേട്ടൻ കൈക്കൂലി കൊടുത്ത് പ്രൊമോഷൻ വാങ്ങാൻ നോക്കുന്ന കഷ്ടമാണ്. ഇത് കൈക്കൂലൊന്നുമല്ല, എന്റെ 2 ദിവസത്തെ കഷ്ടപ്പാടാണ് ഈ റിപ്പോർട്ട്. പണിക്ക് പറഞ്ഞ ദോഷമുണ്ടെങ്കിൽ ആ ഒരൊറ്റ പേരിൽ റിപ്പോർട്ട് തള്ളുമെന്നുള്ളത് ഉറപ്പാ. അതുണ്ടാകാതിരിക്കാനുള്ള പൂജക്കുള്ള കാശായത്. ഭാമേ, ദൈവകാര്യങ്ങളിൽ ഒരു കാരണവശാലും പിശു കാണിക്കാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ദൈവം തരുന്ന കാശല്ലേ. അപ്പൊ ദൈവകാര്യത്തിനായി ചെലവാക്കുന്നതിൽ എന്താണ് തെറ്റ്? സാറേ, ഉത്തമൻ വന്നു. നീ ഉത്തമന്റെ മുമ്പിൽ വന്ന് ഒരുപാട് ആളാകുമെന്ന് കരുതരുത്. എന്റെ സ്വഭാവം മാറും. അല്ല ഈശ്വര, വന്ന് വില്ലേജ് ഓഫീസർ കാരവട്ടായ മട്ട. നമസ്കാരം സാർ. നമസ്കാരം. ഉത്തമൻ നേരത്തെ വന്ന് നന്നായി. ഇല്ലെങ്കിൽ ഭാമയോട് വഴക്കുണ്ടാക്കി നേരം കളയേണ്ടി വന്നേനെ. എന്താണ് സാർ കാര്യം? ഇന്ന് കളക്ടർക്ക് ഒരു റിപ്പോർട്ട് എടുക്കേണ്ടതുണ്ട്. അത് കളക്ടർക്ക് ബോധിച്ചാൽ എനിക്ക് ഒരുപാട് ഗുണമുള്ളൊരു കേസാണ്. 2 ദിവസം ഉറങ്ങാതിരുന്നാണ് ഞാനത് ശരിയാക്കിയത്. അല്ല, അതിന് എന്നെ വിളിച്ച് എന്തിനാണെന്ന് മനസ്സിലായില്ല സാറേ. കഴിഞ്ഞ ആഴ്ച രാമപ്പണിക്കരെ കണ്ടപ്പോ എനിക്കിതിന് സമയദോഷമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാറ്റാനായി ഒരു പൂജ ചെയ്യാമെന്നും പണിക്കര് പറഞ്ഞതാ. ദോഷങ്ങൾ ഒഴിപ്പിക്കാതെയും മാറാതെയും റിപ്പോർട്ട് കളക്ടർക്ക് കൊടുത്താൽ അത് പ്രശ്നമാവും. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ പൂജ നടത്തണം. അതിനുള്ള ചെലവ് 2500 രൂപ. ഉത്തമന്റെ കയ്യിൽ പൈസ കൊടുത്തു വിടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2500 രൂപയെ ഇതിപ്പോ തന്നെ പണിക്കരടുത്ത് എത്തിക്കണം. 11 മണിക്ക് റിപ്പോർട്ട് താലൂക്ക് ഓഫീസിൽ കൊടുക്കുന്നതിന് മുമ്പ് ദോഷം തീർന്നിരിക്കണം. അല്ല, എന്നാലും ഒരു പൂജയ്ക്ക് വേണ്ടി മോഹനേട്ട് സാറ് 2500 രൂപ ചെലവാക്കുക എന്ന് വെച്ചാൽ എനിക്ക് സത്യത്തെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഉത്തമനെ അറിയാത്ത വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വില്ലേജ് ഓഫീസർക്ക് ശമ്പളം കൊടുക്കുന്ന കേരള സർക്കാരാണെന്നല്ലേ നമ്മളൊക്കെ കരുതിയിരുന്നത്. സംഭവം അങ്ങനെയല്ല. പിന്നെ ദൈവമാണ് ശമ്പളം കൊടുക്കുന്നത്. അങ്ങനെ ദൈവമായിട്ട് കൊടുക്കുന്ന പൈസ ദൈവകാര്യങ്ങൾക്കായി ചെലവാക്കാനുള്ളതാണ്. അല്ല, എനിക്ക് മനസ്സിലായില്ല വക്കീലേ. മനസ്സിലാക്കാനായിട്ടൊന്നുമില്ല. നമ്മളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആളുകളെന്ന് കരുതുന്ന ചില വക്കീലന്മാരുണ്ട് ഇവിടെ. ദൈവത്തെയും അവർക്ക് പുച്ഛമാണ്. പക്ഷേ കിട്ടേണ്ടത് കിട്ടിക്കഴിയുമ്പോ അവർ പഠിച്ചോളും. ഞാൻ പറഞ്ഞത് ഉത്തമന് മനസ്സിലായല്ലോ. 1/2 മണിക്കൂറിനകം ഈ പൈസ രാമപ്പണിക്കരടുത്ത് എത്തിയിരിക്കണം. പൂജ 10:30 തീരും. 11 മണിക്ക് റിപ്പോർട്ട് കളക്ടർ ഓഫീസിലെത്തും. രാമപ്പണിക്കർ നടത്തുന്ന പൂജയുടെ ഫലം എന്താണെന്ന് ഇന്ന് തന്നെ മനസ്സിലാവും. അത് മനസ്സിലായി കഴിയുമ്പോ ഇങ്ങോട്ട് പറയില്ലേ, വക്കീലിന്റെ മുഖത്ത് എപ്പോഴും ഈ പരിഹാസം ഉണ്ടല്ലോ, അത് കാണില്ല. ഞാൻ ഇറങ്ങുന്നത്. കഷ്ടം. ചായ നാരങ്ങ വെള്ളം പോലും കുടിക്കാതെ ഉമ്മനീര് പിടിഞ്ഞുണ്ടാക്കിയ കാശ ഇത്. കണ്ട തട്ടിപ്പുകാർക്ക് കൊടുക്കാനുള്ള. എന്നെ വെറുതെ ഇട്ടിങ്ങനെ ചുറ്റിക്കരുതേ. കാശ് പണിക്കരുടെ കയ്യിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മോഹനേട്ട് സാറിന്റെ വായിരിക്കുന്ന സർവ്വത് ഞാൻ കേൾക്കേണ്ടി വരും. പ്ലീസ്. കാശ് പണിക്കർക്ക് കൊടുത്തു ഉത്തമനങ്ങ് പറഞ്ഞാ മതി. അപ്പൊ തീർന്നല്ലോ പ്രശ്നം. എങ്ങനെയാണ് കാശ് പണിക്കരുടെ കയ്യിൽ കിട്ടില്ല എന്നുള്ള പണിക്കര് പറയുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നോക്കിക്കോളാം. കാശ് ഞാൻ ബലമായി പിടിച്ചെടുത്തു ഉത്തമനങ്ങ് പറഞ്ഞേക്ക്. പക്ഷെ വക്കീലെ, അത് ശരിയാവില്ല. ഒരു പക്ഷേ ഇല്ല. ഉത്തമ വേറെ സ്ഥലം വിടാൻ നോക്ക്. അല്ല വക്കീലെ, ഭഗവാനെ, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനിയിപ്പോ എന്തോ ചെയ്യും? ഇന്ത്യ വിടുന്നതാണ് ബുദ്ധി.
എന്റെ പ്രഭേ, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. കളക്ടർക്ക് എഴുതാനുള്ള റിപ്പോർട്ട് എഴുതി വശം കെട്ടുപോയി. ഞാനോ രാത്രി 1:30 മണിയായി എഴുതി കഴിഞ്ഞപ്പോ. ഇത് വലിയ കഷ്ടം തന്നെ സാറേ. പ്രഭയ്ക്ക് അത്രയും പ്രശ്നമില്ല. അമ്മയും അച്ഛനും അനിയനല്ലേ വീട്ടിലുള്ളൂ. എന്റെ വീട്ടിലുള്ളതേ കെട്ടിയോനാ. പകല് മുഴുവൻ വില്ലേജ് ആഫീസിൽ, രാത്രി വീട്ടിൽ ചെന്ന് ആഫീസിലെ ജോലി ചെയ്യാൻ നിന്ന ഏതെങ്കിലും ആണുങ്ങൾ സമ്മതിക്കോ? പറഞ്ഞിട്ട് കാര്യമില്ല കാഞ്ചന സാറേ. നമ്മൾ എന്തെങ്കിലും എതിര് പറഞ്ഞ ആ ജോലിയും കൂടെ മോഹനേഷ് സാറ് ചെയ്യും. അത് കഴിഞ്ഞ് അതിന്റെ പേരിൽ ഈ ജന്മം മുഴുവൻ പഴിയേക്കേണ്ടി വരില്ലേ? കാഞ്ചനെ, എന്തായി റിപ്പോർട്ടിന്റെ ജോലി? എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തിട്ടുണ്ട് സാർ. സ്വയം പ്രഭയോ? എന്റെ ജോലി ഞാനും തീർത്തിട്ടുണ്ട്. നന്നായി. സാർ, ഇത്തവണ വേറെ വഴിയില്ലാത്തോണ്ട് ഞാൻ ചെയ്തതാ. മേലിൽ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് ചെയ്യേണ്ട ജോലി എന്നെ ഏൽപ്പിക്കരുത്. ഏൽപ്പിക്കരുതെന്ന് പറഞ്ഞാൽ? എന്റെ സാറേ, ഭർത്താവും കുട്ടിയുമായി കഴിയുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. വീട്ടിൽ 100 കൂട്ടം ജോലിയുണ്ട്. രാവിലെ തന്നെ അതൊക്കെ തീർത്തിട്ട് ഒരു വിധത്തിന് സമയത്തിന് ഓഫീസിൽ വരുന്നത്. വൈകുന്നേരം തിരിച്ചു ചെന്നാൽ പിടിപ്പത് ജോലിയുണ്ട് വീട്ടില്. അതുകൊണ്ട് വീട്ടിൽ ചെന്നുള്ള ഓഫീസ് പണിക്ക് എന്നെ കിട്ടില്ല. ഞാനും അത് പറയാതിരിക്കായിരുന്നു. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഓഫീസ് ടൈം. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ജോലിക്ക് എന്നെയും കിട്ടില്ല. നിങ്ങൾ പറയുന്ന കേട്ടാ നിങ്ങൾ എനിക്ക് വേണ്ടി ജോലി ചെയ്താണെന്ന് തോന്നുമല്ലോ. നിങ്ങൾക്ക് വൈകിട്ട് ജോലി കഴിഞ്ഞു പോയാൽ കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു വീടുണ്ട്. അതില്ലാത്ത പാവങ്ങൾക്ക് സർക്കാർ വീട് കൊടുക്കാൻ തീരുമാനിക്കുമ്പോ അതിനൊരു കൈ സഹായം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തതിനേക്കാൾ കൂടുതൽ ജോലി ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആരോട് പരാതി പറഞ്ഞില്ലല്ലോ. തരുന്ന ശമ്പളത്തിനുള്ള ജോലി ചെയ്താൽ പോരെ എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. ശമ്പളത്തിന് വേണ്ടി മാത്രം ജോലി എന്നതിന്റെ കുഴപ്പമാണത്. കാഞ്ചനെ, ഈ സർക്കാർ ജോലി എന്ന് പറയുന്നത് ഒരു പൊതുസേവനമാണ്. നാടിനും നാട്ടുകാർക്കും വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം. അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോ അത് ചെയ്യാൻ മനസ്സില്ല എന്ന് പറയുന്ന നിങ്ങളെയൊക്കെ സർക്കാർ സർവീസിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. സ്വയംപ്രഭ നിങ്ങൾ സിനിമയ്ക്ക് പോയില്ലേ? പോയി. ഏത് ഷോയ്ക്ക്? സെക്കൻഡ് ഷോയ്ക്ക്. എത്ര മണിക്കാ ഷോ കഴിഞ്ഞത്? 12 മണിക്ക്. അപ്പൊ സിനിമ കാണാൻ വേണ്ടി രാത്രി ഉറക്കമൊഴിയാ. നാട്ടുകാർക്ക് ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി ഒരു അവസരം കിട്ടുമ്പോൾ ഉറക്കമൊഴിയാൻ വയ്യ. കഷ്ടം. കാഞ്ചന ഇന്നലെ എത്ര മണിക്ക് ഓഫീസ് എത്തിയത്? 10:30 സർ. 10:00 ഓഫീസ് സമയം? മോളെ സുഖമില്ലാത്തോണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയിരുന്നു. അപ്പോ അതിനൊക്കെ നിങ്ങൾക്ക് ഓഫീസ് സമയം എടുക്കാം. പക്ഷെ ഓഫീസ് സമയം കഴിഞ്ഞ് ഓഫീസ് കാര്യം ചെയ്യാൻ വയ്യ. ശരിയാക്കി തരാം. ഇങ്ങോട്ടേക്ക്. എന്താ താമസിച്ചത്? താമസിച്ചില്ല സാർ, ഫോട്ടോ സ്റ്റേറ്റ് എടുക്കാൻ പോയതാ. കളക്ടർക്ക് കൊടുക്കാനുള്ള റിപ്പോർട്ട് മുഴുവനായിട്ടുണ്ട്. അത് താലൂക്ക് ഓഫീസ് കൊണ്ടുപോയി സഹദേവന് കൊടുക്കണം. ശരി സാർ. 11 മണി കഴിഞ്ഞേ കൊടുക്കാവൂ. അതെന്താ സാർ? അതങ്ങനെയാണ്. പറയുന്നത് അനുസരിച്ചാ മതി. ആരേത്? ഗംഗാധര സാറോ? കേറുവായോ സാർ? ഇരിക്കുന്നില്ല. സത്യവാമ ഓഫീസിലേക്ക് പോവാൻ ഇറങ്ങിയാണെന്ന് തോന്നുന്നല്ലോ. അതെ, ഞാൻ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. അത് സാറില്ലേ, സാർ ആദ്യമായിട്ടല്ലേ ഈ വീട്ടിൽ വരുന്നത്? ഇരിക്കും സാർ, ഞാൻ ചായ എടുക്കാം. ഇരിക്കാൻ എനിക്ക് നേരമില്ല. എന്റെ ഒരു കേസ് സദാനന്ദൻ വക്കീലിനെ ഏൽപ്പിച്ചിരുന്നു. സത്യവാമയ്ക്ക് അറിയായിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട് സാർ. ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസല്ലേ? അതിന്റെ അവധി അടുത്ത മാസല്ലേ? അതെ. കഴിഞ്ഞ ദിവസം ഒരു ചെറിയ തുക അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞ് സദാനന്ദൻ വക്കീൽ വിളിച്ചിരുന്നു. കൊടുക്കാമെന്ന് ഞാനും പറഞ്ഞു. ഇന്നായിരുന്നു പറഞ്ഞ അവധി. പക്ഷേ ഞാൻ വിചാരിച്ച പൈസ റെഡിയായില്ല. സത്യം പറയാലോ മോളെ, അവിടുത്തെ കാര്യങ്ങൾ തന്നെ കഷ്ടത്തിലാ. 10-30 കുട്ടികളുടെ ഭക്ഷണത്തിന്റെയും പഠിത്തത്തിന്റെയും കാര്യമൊക്കെ ഇല്ലേ? എല്ലാത്തിനും ബുദ്ധിമുട്ടാ. മോള് സദാനന്ദൻ വക്കീലിനോടൊന്ന് പറയണം, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പണം ശരിയാക്കി തരാമെന്ന്. ഇത് പറയാനാണ് സാർ ഇവിടം വരെ വന്നത്? ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ പോരായിരുന്നോ? സദാനന്ദൻ സാറിന്റെ കാര്യം എനിക്ക് വിട്ടേക്കോ. സാറിന്റെ പൈസ ഉണ്ടാകുമ്പോ കൊടുത്താൽ മതി.
സത്യഭാമയോട് പറഞ്ഞാൽ കാര്യം നടക്കുമെന്നറിയാമായിരുന്നു. സദാനന്ദൻ വക്കീലുമായി അത്ര അടുപ്പമല്ല. മാത്രമല്ല, പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സമയത്ത് കൊടുക്കാതിരിക്കുന്നത് വാക്ക് വ്യത്യാസം കാണിക്കലല്ലേ. ശരിക്കും പൈസ ഇല്ലാത്തതുകൊണ്ടാ. എന്റെ അവസ്ഥ മോക്ക് മനസ്സിലാവുമല്ലോ. എനിക്ക് ശരിക്കും മനസ്സിലാവും സാർ. സാർ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ഈ കേസ് ഞാൻ ഏറ്റു. സാർ, ഏ ഇത് കുറച്ച് പൈസയാണ്. ഇത് സാറിന് ഇരിക്കട്ടെ. ഇത് വേണ്ട. സത്യഭാമ ചെയ്ത ഉപകാരം തന്നെ ധാരാളം. അങ്ങനെയല്ല സാർ. സത്യത്തിൽ ഈ പണം സാറിന് തരാൻ വേണ്ടി മോഹനേട്ടൻ എന്നെ ഏൽപ്പിച്ചതാ. ഞാനതങ്ങ് മറന്നുപോയി. സംശയിക്കണ്ട. ഒരു നല്ല കാര്യത്തിന് ചെലവാക്കാൻ പറഞ്ഞ് മോഹനേട്ടൻ എന്നെ ഏൽപ്പിച്ചതാ. സാറിന് തരുന്നതിനെക്കാട്ടിലും വേറെ എന്ത് നല്ല കാര്യമുള്ളത്? കുട്ടികൾക്കെല്ലാവർക്കും 2 ദിവസം മോഹനേട്ടന്റെ വക ഭക്ഷണം വേണ്ടെന്ന് സാറ് പറയല്ലേ? ഇത് ഒരുപാട് പൈസ ഉണ്ടല്ലോ. ഏയ്, അങ്ങനെ ഒരുപാടൊന്നുമില്ല സാർ. 2500 രൂപയുള്ളൂ. ഈ പൈസ ഇങ്ങനെയാണ് ചെലവാക്കേണ്ടത്. വാങ്ങണം സാർ. ഇതിപ്പോ ഒരു സഹായം ചോദിച്ചു വന്നപ്പോ ഇരട്ടി സഹായം കിട്ടിയ അവസ്ഥയായി. ഒക്കെ കുട്ടികളുടെ ഭാഗ്യവും നിങ്ങളുടെ മനസ്സിന്റെ നന്മയും. നിങ്ങളുടെന്ന് പറയണ്ട സാർ. ഇതെന്റെ മോഹനേട്ടന്റെ മനസ്സിന്റെ മാത്രം നന്മയാ. അതിന് ഗുണം എന്റെ മോഹനേട്ടന് കിട്ടും. ഞാൻ വരട്ടെ. ശരി. ഹലോ, അതെ, മോഹനേഷനാണ്. നമസ്കാരം മാഡം. ഞാൻ റിപ്പോർട്ട് രാവിലെ തന്നെ താലൂക്ക് ഓഫീസിൽ എത്തിച്ചിരുന്നു. ഓ, സത്യമാണോ മാഡം? സന്തോഷം. 2 ദിവസം ഞങ്ങളെല്ലാം ഉറക്കം കളഞ്ഞ് തയ്യാറാക്കിയതാ. സന്തോഷം മാഡം. ഞാൻ പറയാം. കാഞ്ചനെ, സ്വയംപ്രഭേ, ശിശുപാല, നമ്മൾ ജയിച്ചു. എന്താ സാറേ? കളക്ടറാ വിളിച്ചത്. നമ്മുടെ റിപ്പോർട്ട് ഗംഭീരമായിട്ടുണ്ടെന്ന്. ഇത്ര കൃത്യമായി 6 റിപ്പോർട്ട് തന്നിട്ടില്ല എന്ന്. നേരാണോ സാറേ? ഇപ്പൊ മനസ്സിലായോ നമ്മുടെ അധ്വാനം വെറുതെ ആയില്ലെന്ന്? ഇന്നലെ രാത്രി കുറച്ച് ഉറക്കമൊഴിഞ്ഞതിന്റെ പേരിൽ പരാതി പറഞ്ഞവരല്ലേ സ്വയംപ്രഭയും കാഞ്ചനയും ഒക്കെ. ഇപ്പൊ അതിന്റെ ഗുണം കണ്ടോ? കളക്ടർ നേരിട്ടൊരു വില്ലേജ് ഓഫീസറെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി ഫലം കണ്ടുന്നല്ലേ. ഞാൻ രാവിലെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ ചെയ്തൊരു സേവനമായിരുന്നു അത്. അത് ഫലം കണ്ടു. എന്തായാലും അത് നന്നായി. ഇനി കാന്തല്ലൂർ വില്ലേജ് ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് കളക്ടറേറ്റ് കയറി ചെല്ലാലോ. പിന്നെ ഇത് എന്റെ മാത്രം മിടുക്കല്ല, നിങ്ങളും എന്നോടൊപ്പം സഹകരിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ ഞാനൊരു ഇളവ് തരാൻ പോവുകയാണ്. ഇന്നലെ ഉറക്കമടച്ച് ജോലി ചെയ്തതല്ലേ, അതുകൊണ്ട് കാഞ്ചനയും സ്വയംപ്രഭയും ഇന്ന് കുറച്ച് നേരത്തെ പൊയ്ക്കും. സത്യമാണോ സാറേ? ഞങ്ങൾ ഇപ്പൊ പൊയ്ക്കോട്ടെ? ഇപ്പോഴല്ല, എന്നും 5 മണിക്കല്ലേ പോകുന്നത്. ഇന്ന് 4:45 പോകാം. ഇതാണോ ഇളവ്? ആ ഇളവ് ഞങ്ങൾക്ക് വേണ്ട സാർ. എന്നാലും ഞങ്ങളും കൂടി കഷ്ടപ്പെട്ടതിന്റെ ക്രെഡിറ്റ് മുഴുവൻ കിട്ടിയത് സാറിനല്ലേ? അതെങ്കിലും ഒന്ന് ഓർക്കണം സാർ. നിങ്ങൾ മാത്രമല്ലല്ലോ കഷ്ടപ്പെട്ടത്. ഉത്തമൻ കഷ്ടപ്പെട്ടില്ലേ? സ്വാമി സുന്ദരേശൻ കഷ്ടപ്പെട്ടില്ലേ? സ്വാമി സുന്ദരേശനോ? അതാരാ? അതുകൊണ്ട് എന്തായാലും എനിക്ക് സന്തോഷം. ആഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം എനിക്കൊരാളെ കാണാൻ. ആരേ സാർ? ഒരു വക്കീലാ. വക്കീലിനെ ശരിയായി കൊടുക്കുന്നുണ്ട്. ആഹാ, അതേത് വക്കീല്? ഭാമേ,
മോഹനേട്ടൻ ഇന്ന് താമസല്ലോ, എന്തു പറ്റി? സ്വയംപ്രഭയോടും കാഞ്ചനോടും കുറച്ച് നേരത്തെ പോകാൻ പറഞ്ഞു. അവർ ഇന്നലെ രാത്രി ഉറങ്ങാതിരുന്ന് ജോലി ചെയ്തല്ലേ. അവർ നേരത്തെ പോയത് കൊണ്ട് അവരുടെ ജോലി കൂടി ഞാൻ ചെയ്തു. എന്തായാലും എന്റെ മോഹനേട്ടനെ സമ്മതിക്കണം. മറ്റുള്ളവരെ സഹായിക്കാനായി അവരുടെ ജോലി കൂടി ഇങ്ങനെ ഏറ്റെടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമാണോ? അതവിടെ നിൽക്കട്ടെ. നിക്കട്ടെ. നിന്നോട് എനിക്ക് 2 വർത്താനം പറയാനുണ്ട്. നീ എന്താ രാവിലെ പറഞ്ഞത്? രാമപ്പണിക്കർ നടത്തുന്ന പൂജ കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന്. അപ്പോഴേ നിന്നോട് ഞാൻ പറഞ്ഞതാ വൈകുന്നേരം ഞാൻ വരുമ്പോ നിന്റെ മുഖത്ത് ഈ പരിഹാസം കാണില്ല എന്ന്. ഇപ്പോഴെങ്ങനെയുണ്ട്? എന്തുണ്ടായി? എന്റെ റിപ്പോർട്ട് കളക്ടർ വള്ളിപ്പുള്ളി വിടാതെ അംഗീകരിച്ചു. അംഗീകരിച്ചതും മാത്രമല്ല എന്നെ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു. അത് നന്നായില്ലേ? നന്നായി. പക്ഷേ ഇത്ര പെട്ടെന്ന് എല്ലാം ശുഭമായി നടന്നത് എങ്ങനെയെന്നാണ് നീ കരുതിയിരിക്കുന്നത്? എങ്ങനെയാ? രാമപ്പണിക്കരുടെ പൂജയുടെ ശക്തി. ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം, നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന്. ഒരു LLB പാസ്സായത് കൊണ്ടോ 2 പെറ്റി കേസ് വാദിച്ച് ജയിച്ചത് കൊണ്ടോ നീ ദൈവത്തെക്കാൾ വലിയ ആളാകുന്നില്ല എന്നും. ഞാൻ ദൈവത്തെക്കാട്ടിലും വലിയ ആളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോ? അതുകൊണ്ടാണല്ലോ രാമപ്പണിക്കരുടെ പൂജയ്ക്ക് ഞാൻ പൈസ കൊടുത്തപ്പോ നീ എന്നെ കളിയാക്കിയത്. പക്ഷേ രാമപ്പണിക്കരുടെ പൂജയുടെ മാത്രം ബലത്തിലാ എന്റെ റിപ്പോർട്ട് കളക്ടർ അംഗീകരിച്ചത്. ഇനി തടഞ്ഞു വെച്ചിരിക്കുന്ന എന്റെ പ്രൊമോഷൻ പറഞ്ഞു വരും. ഞാൻ ഡെപ്യൂട്ടി തഹസിൽദാറാവും, കളക്ടറാവും. സത്യം. ആ ഫോൺ എടുത്തിട്ട് ബാക്കിയാ പറയാം. പറയേ. ഹലോ, അതെ മോഹനേഷനാണ്. ആ പണിക്കരെ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. വലിയ ഉപകാരമാണ് പണിക്കർ ചെയ്തത്. ചില അഹങ്കാരികളായ ആളുകളെ ഒരു പാഠം പഠിപ്പിക്കാനും പറ്റി. കിട്ടിയില്ലേ? ഉത്തരം വന്നില്ലേ? പക്ഷേ കളക്ടർ റിപ്പോർട്ട് അംഗീകരിച്ചല്ലോ. ഞാൻ പണം ഉത്തമന്റെ കൈ കൊടുത്തു വിട്ടതാ. ഞാൻ പണിക്കരെ തിരിച്ചു വിളിക്കാം. രാമപ്പണിക്കരുടെ പൂജയുടെ ബലം കൊണ്ടല്ല കളക്ടർ റിപ്പോർട്ട് അംഗീകരിച്ചത് ഇപ്പൊ മനസ്സിലായല്ലോ ഇല്ലേ? പക്ഷെ ഉത്തമൻ ഞാൻ വെറുതെ വിടില്ല. എന്റെ 2500 രൂപ. ആ പണം ഉത്തമം കൊണ്ടുപോയിട്ടൊന്നുമില്ല. പണം ഞാൻ തിരിച്ചു വാങ്ങി. എന്തിന്? അങ്ങനെ പണം ചെലവാക്കി പൂജ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. മോഹനേട്ടാ, ആദ്യം വിശ്വാസം വേണ്ടത് ദൈവത്തിലല്ല, അവനവനെ തന്നെയാണ്. എന്റെ മോഹനേട്ടൻ 48 മണിക്കൂർ ഉറങ്ങാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ റിപ്പോർട്ടിനെ പറ്റി മോഹനേട്ടന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ രാമപ്പണിക്കരുടെ പൂജ ആശ്രയിക്കേണ്ടി വന്നത്? മോഹനേട്ടാ, ആത്മാർത്ഥമായി സത്യസന്ധമായി ജോലി ചെയ്യുന്ന മോഹനേട്ടന് നല്ലത് വരാൻ വേറൊരു പൂജയുടെ ആവശ്യം എന്താണ്? കർമ്മമല്ലേ ശരിയായ ദൈവം. മോഹനേട്ടൻ ശരിയായി കർമ്മം ചെയ്തു, അതിനുള്ള പ്രതിഫലവും കിട്ടി. അപ്പൊ ആ പൈസ തിരിച്ചു വാങ്ങിയോ? വാങ്ങി. എന്നിട്ട് അത് ചെലവായി പോയി. ചെലവായി പോയാ? 2500 രൂപ എന്ത് ചെലവ്? മോഹനേട്ടൻ എന്തായാലും ആ കാശ് കളഞ്ഞതല്ലേ. അത് കളയുന്നതുകൊണ്ട് മോഹനേട്ടൻ ഉദ്ദേശിച്ച ഫലം കിട്ടുകയും ചെയ്തു. ഇനിയിപ്പം ആ കാശ് എന്ത് ചെയ്താലും എന്താ? അപ്പൊ അതെങ്ങനെ ശരിയാവും? 1-2 രൂപയല്ല, 2500 രൂപയാ. മോഹനേട്ടൻ പോയി കഴിഞ്ഞപ്പോ ഗംഗാധര സാർ ഇവിടെ വന്നിരുന്നു. മോഹനേട്ടന്റെ 2500 രൂപ എന്റെ കയ്യിൽ ഇരിക്കില്ലായിരുന്നോ? അതുകൊണ്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാന്ന് ഞാൻ കരുതി. അവിടുത്തെ കുട്ടികൾക്ക് 2 ദിവസത്തെ ആഹാരത്തിനുള്ള പണമായിട്ട് ഞാനത് കൊടുത്തു. സത്യത്തിൽ മോഹനേട്ടന്റെ അധ്വാനത്തിന്റെ കൂടെ ആ 30 കുട്ടികളുടെ പ്രാർത്ഥനയും കൂടി ആയപ്പോ ദൈവം ഹാപ്പി ആയില്ലേ? അല്ലെങ്കിൽ ഈ കവടി നിരത്തിയും പൂജ നടത്തിയൊക്കെ പ്രസാദിപ്പിക്കുന്നതിനേക്കാട്ടിൽ ദൈവം പെട്ടെന്ന് പ്രസാദിക്കും വിശന്നിരിക്കുന്ന കുട്ടികളുടെ പ്രാർത്ഥന കേൾക്കുമ്പോ, അല്ലേ? കുട്ടികൾ ശരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ആ പ്രാർത്ഥനയിൽ വില്ലേജ് ഓഫീസറെ പ്രൊമോഷൻ അങ്ങ് പോരും. പ്രാർത്ഥനകളെയോ നേർച്ചകളെയോ തള്ളിപ്പറയുകയല്ല. പക്ഷേ മോഹനകൃഷ്ണൻ ചെലവാക്കാൻ ഉദ്ദേശിച്ച 2500 രൂപ കൊണ്ട് ദൈവത്തെക്കാൾ ആവശ്യം വിശന്നിരിക്കുന്ന കുട്ടികൾക്കാണ്. എന്തായാലും മുടക്കിയ കാശിന് ഗുണം കിട്ടിയ നിലയ്ക്ക് ഈ കഥ തീർത്ത് ഇന്നത്തേക്ക് വിടാം.